നെത്തൂണോയിലെ ലില്ലി പുഷ്പം. ജൂലൈ 6-ാം തീയതിയാണ് വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ തിരുനാൾ നമ്മൾ തിരുസഭയിൽ ആഘോഷിക്കുക. ഇറ്റലിയിലെ കുറിനാൾഡോയിൽ ജനിച്ച ഈ കൊച്ചു പെൺകുട്ടി എങ്ങനെയാണ് നെത്തൂണോയുടെ സ്വന്തമായത്? ഇത് അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. 1890 ഒക്ടോബർ 16-ാം തീയതി ലൂയിജി ജസൂന്ത ദമ്പതികൾക്ക് മരിയ എന്നൊരു പെൺകുട്ടി അവരുടെ 6 മക്കളിൽ ഒരുവളായി ജനിക്കുകയാണ്. മരിയയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിലേക്ക് അവൾ കടന്നു വന്നത് ആ കുടുംബത്തിന് സ്വന്തമായിട്ടല്ല എന്നുള്ളത് പിൽക്കാലത്തെ ചരിത്രം. തിരുസഭയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ദൈവതിരുമുമ്പിലിരുന്ന് ശുദ്ധതയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പാപത്തേക്കാൾ മരണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു കുഞ്ഞുമാലാക വിശുദ്ധ മരിയ ഗൊരേത്തി. ഈ പുണ്യവാളത്തിയുടെ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, 6 മക്കളും ഈ ലൂയിജി ജസൂന്ത ദമ്പതികളും അവരുടെ അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വലിയ കൈപ്പേറിയ അവസ്ഥയിലൂടെയായിരുന്നു. അവരുടെ ഒരു തുണ്ട് ഭൂമിയിൽ നിന്ന് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഏറെ ശ്രമകരമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊറിനാൾഡോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ മാറി താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവർക്ക് സ്വന്തമായിരുന്ന ആ ചെറിയ തുണ്ട് ഭൂമി ഉപേക്ഷിച്ച് നെത്തൂണോയിലേക്ക് കുടുംബസമേതം ജസൂന്ത ലൂയിജി ദമ്പതികൾ കടന്നു വരികയാണ്. അവിടെ സെറിനെല്ലി കുടുംബത്തിലെ ജിയോവാനി എന്ന് പറയുന്ന വ്യക്തിയുമായി സൗഹൃദത്തിൽ അവരേർപ്പെടുകയാണ്. അവരുടെ 2 മക്കൾ, ഒന്ന് ഗ്യാസ്പർ, മറ്റൊന്ന് അലക്സാണ്ടർ. അങ്ങനെ ഈ 2 കുടുംബം ഒരുമിച്ചൊരു കൂട്ടുകൃഷിക്ക് ഇറങ്ങുകയാണ്. കൂട്ടുകൃഷി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ഒരു ജോലിക്കാരുടെ നിലയിലാണ്. കാരണം ഇവർക്ക് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഭൂമിയിൽ, അതായത് ഈ പറയുന്ന ജിയോവാനിയുടെ ഭൂമിയിൽ ഈ ലൂയിജി ജസൂന്ത ദമ്പതികൾ മക്കളുമൊത്ത് വേലയ്ക്കിറങ്ങുകയാണ്. ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു തീരുമാനമായിപ്പോയി. കാരണം ഏറെ അവർ ഒതുങ്ങേണ്ടതായിട്ട് വന്നു. ആ ഭവനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വീട് 2 നിലയാണ്. താഴത്തെ നിലയിൽ ഒരു ചെറിയ കൃഷി സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ഫാം ഹൗസ് പോലെ, വയലിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, മറ്റു പണി ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം നമുക്കത് കാണാൻ സാധിക്കും. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ 2 കുടുംബങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു ചെറിയ വീട്. അവിടെ ഒരു സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് 6 മക്കളും 2 ഭാര്യ ഭർത്താവ് അടങ്ങുന്ന കുടുംബം, 8 പേര് ഇവരുടെ 3 പേരുടെ ഇടയിലേക്ക് കയറി വന്ന് താമസിക്കുകയാണ് ഒരേ ഒരു വീട്ടിൽ. ഈ ജിയോവാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ സെറിനെല്ലി കുടുംബത്തിൻ്റെ അമ്മ പണ്ടേ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ്പർ, അലക്സാണ്ടർ ഇവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പിതാവിൻ്റെ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ കൃത്യമായ ഒരു കരുതലോ വേണ്ട പരിഗണനയോ ലഭിച്ചിരുന്നില്ല. പിതാവ് ഒരു മദ്യപാനിയും താന്തോന്നിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളും അതേ നില തുടർന്നു. അലക്സാണ്ടർ അപ്പനെ പോലെ തന്നെ താന്തോന്നിത്തരം കാണിച്ച് നടന്നിരുന്ന, വളരെ മൂല്യബോധമില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇവിടെയാണ് ഒരു വലിയ പ്രശ്നം
കൂട്ടുകൃഷിക്ക് പോകുമ്പോൾ കുടുംബം യോജിച്ചതല്ലെങ്കിൽ അവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭവനം ദൈവമില്ലാത്ത ഒരു ഭവനവുമായി, ദൈവമില്ലാത്തൊരു വ്യക്തിയുമായി കൂട്ടുകൃഷിക്ക് പോകുമ്പോൾ, കൂട്ടുകച്ചവടത്തിന് പോകുമ്പോൾ അതൊരു വലിയ ദുരന്തമായി പരിണമിക്കും എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തുടർന്ന് നടന്ന സംഭവങ്ങൾ. അവരുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രകടമായൊരു വ്യത്യാസം പ്രാർത്ഥനാ ജീവിതം തന്നെയായിരുന്നു. ഈ ലൂയിജി അസുന്ത ദമ്പതികൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. 6 മക്കളെയും വിളിച്ചു കൂട്ടി ഭക്ഷണത്തിന് മുമ്പ് അവർ പ്രാർത്ഥിച്ചിരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധരെയൊക്കെ പരിചയപ്പെടുത്തിയുള്ള ഒരു ജീവിതമായിരുന്നു ഈ ലൂയിജി അസുന്ത ദമ്പതികൾ. അങ്ങനെ അവരുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോഴാണ് 1900 ആണ്ടിൽ ഒരു വലിയ ദുർവിധി അവരെ തേടി വരിക. കുടുംബത്തിൻ്റെ നാഥൻ ലൂയിജി ഗൊരേത്തി അവർക്ക് നഷ്ടമാവുകയാണ്. അത് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം, അസുന്ത അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ കൈപ്പേറിയ നിമിഷങ്ങളിലേക്ക് അവർ കാലെടുത്ത് വയ്ക്കുകയാണ്. മലമ്പനിയെ തുടർന്ന് ഈ പിതാവിൻ്റെ മരണം. പിന്നീട് ആ കുടുംബത്തിൻ്റെ വലിയ ഒരു ബലം തകരുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരുടെ ഭൗതികമായ ബലത്തിലൊരു ക്ഷയമുണ്ടായാലും ആത്മബലം ഏറി വന്നു എന്നുള്ളതാണ്. അവരുടെ കഷ്ടതയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായി. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അനുദിന ക്രമം എങ്ങനെയായിരുന്നു? അമ്മ അസുന്ത പറമ്പിലേക്ക് പോകും, മുതിർന്ന കുട്ടികൾ പറമ്പിലേക്ക് പോകും. പിന്നെ വീട്ടുജോലിയിൽ മുഴുകിയിരുന്നത് ഈ മരിയയാണ്. മരിയയുടെ ഒരു പ്രത്യേകത, വിശുദ്ധിയുടെ ഒരു സൗന്ദര്യം അവളെ ചൂഴ്ന്നു നിന്നിരുന്നു എന്നുള്ളതാണ്. മാലാഖയായിരുന്നു എന്നാണ് ചരിത്രം പറയുക, അവളുടെ ചിത്രങ്ങളും ഓർമ്മപ്പെടുത്തുക. ഒരു മാലാഖയുടെ സൗന്ദര്യം അത് പുറമേ നിന്നുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തേച്ച് പിടിപ്പിച്ചതുകൊണ്ടല്ല, ഉള്ളിൽ നിന്നുള്ള ആത്മാവിൻ്റെ ശോഭ കൊണ്ട് മുഖത്ത് വിളങ്ങി നിന്നിരുന്ന ഒരു ചൈതന്യം തന്നെയായിരുന്നു. അവൾ വസ്ത്രധാരണത്തിലേറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പക്വത, വിനയം. പലപ്പോഴും അലക്സാണ്ടർ ഇവളുടെ അടുത്ത് തട്ടിക്കേറിയിരുന്ന രംഗങ്ങളുണ്ട്. വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ അഹങ്കാരത്തിൻ്റെ ഭാവം. അപ്പോൾ അവൾ എളിമയോടുകൂടി വീണ്ടും ഈശോയെ പ്രതി. പിന്നെ മറ്റൊരു കാര്യം, വിദ്യാഭ്യാസം നൽകുന്നതിൽ മക്കൾക്ക്, ഈ കുടുംബത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം കിട്ടുന്ന തുച്ഛമായ കാര്യം അവരുടെ ഭക്ഷണത്തിന് മാത്രമേ ഉപകരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉപരിപഠനങ്ങളോ മറ്റു തരത്തിലുള്ള ലോകത്തിൻ്റെ വിദ്യാഭ്യാസമോ നൽകാൻ ഈ പാവം അമ്മയ്ക്ക് സാധിച്ചിരുന്നില്ല. അത് അവരുടെ ജീവിതത്തിലൊരു പോരായ്മയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ജ്ഞാനം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് എത്ര വലിയ ഒരു മൂല്യബോധത്തോടു കൂടിയായിരുന്നു ആ മക്കളും കുടുംബവും മുന്നോട്ട് പോയി എന്നുള്ളത്. അമ്മ എപ്പോഴും വിശുദ്ധരെക്കുറിച്ച് ഈ മക്കളോട് പറയുമായിരുന്നു. ഈ മരിയ ഗൊരേത്തി ഓരോ ജോലി ചെയ്യുമ്പോഴും പാത്രം കഴുകി, പാത്രം എടുത്ത് ഇങ്ങനെ വിശുദ്ധരെ കാണിക്കും. കഴുകിയത് നന്നായോ? തുണി കഴുകുമ്പോൾ, വെള്ളം തിളപ്പിക്കുമ്പോൾ, വീട്ടുജോലികൾ ഓരോന്ന് ചെയ്യുമ്പം ഓരോ വിശുദ്ധരോട് സംസാരിക്കും. എങ്ങനെയുണ്ട്, ഞാൻ ചെയ്തത് നന്നായോ? അങ്ങനെ അനുദിന ജീവിത വിശുദ്ധി വിശുദ്ധരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ചെറിയ പെൺകുട്ടി പരിശ്രമിച്ചു. തുടർന്ന് അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നത് പരിശുദ്ധ കുർബാന സ്വീകരണമാണ്. അപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇവളുടെ സഹോദരനും ഇളയ സഹോദരനും ഈ പെൺകുട്ടിയും ഒരുമിച്ചാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങിയത്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വരുന്ന ചിലവുകൾ പോലും വഹിക്കാൻ ഏറെ പ്രയാസകരമായിരുന്നു. അവർ വലിയ സങ്കടത്തിലൂടെ തന്നെയാണ് ആ ഒരു
കാര്യത്തിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് വേണ്ടി പല രീതിയിൽ ആ കുഞ്ഞുമകൾ ഒരുക്കപ്പെട്ടു. ലോകത്തിൻ്റെ പ്രതികൂലതകൾ നിറഞ്ഞ സങ്കടങ്ങളിലും ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിലും അതുപോലെ തന്നെ നാഥനില്ലാത്ത ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിലും അവൾ തൻ്റെ ജീവിതത്തിൻ്റെ നാഥന് വേണ്ടി ഏറെ ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ഒരുങ്ങുകയും ചേർന്നു. അങ്ങനെ ഹൃദ്യമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ദിനം വന്നു ചേർന്നു. ഈ മകൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ അതിന് വേണ്ട കാര്യങ്ങൾ ജസൂന്ത അമ്മ തരപ്പെടുത്തി. സഹോദരനും സ്വീകരിച്ചു. ചുറ്റുപാടുമുള്ളവരൊക്കെ വന്ന് ഈ ദിവ്യകാരുണ്യ സ്വീകരണ ആഘോഷത്തിൽ പങ്കുചേർന്ന് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൈമാറി. അങ്ങനെ ഈ കുഞ്ഞുമകൾ വിശുദ്ധിയുടെ അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൾ വിശുദ്ധരോടുണ്ടായിരുന്ന അവളുടെ സ്നേഹം, ദിവ്യകാരുണ്യനാഥൻ ഉള്ളിലായിരിക്കുമ്പോൾ ഈശോയോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഒരു വലിയ തീഷ്ണത, ഇത് എടുത്തു പറയുന്നതിലൊരു കാര്യമുണ്ട്. കാരണം അലക്സാണ്ടറിൻ്റെ ഒരു പാപ കണ്ണുകളുമായി ഈ പെൺകുട്ടിയെ നോക്കുകയും പല ആവർത്തി അവളെ സമീപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിൽ അമ്മയോട് പറയാൻ ഇവൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ ഒതുങ്ങി കഴിയുന്നവരാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടുകളോ പോരായ്മകളോ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികളെ താളം തെറ്റിച്ചേക്കാം. കാരണം കനിവിൻ്റെ ഒരു ചെറിയ കയർത്തുമ്പിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ സഹോദരനെന്ന് സമൂഹം ഗണിക്കുകയും കുടുംബം കരുതുകയും ചെയ്യുന്ന അലക്സാണ്ടറിൽ നിന്നാണ്, ഈ മുറിയുടെ അടുത്ത മുറിയിലുള്ള സഹോദരനിൽ നിന്നാണ് വീണ്ടും വീണ്ടും ഈ പെൺകുട്ടിക്ക് അവളുടെ ആത്മാവ് കുടികൊള്ളുന്ന ശരീരത്തിലേക്ക് പാപത്തിൻ്റെ ഒരു വലിയ ആക്രമണം അഴിച്ചുവിടാൻ ഈ ചെറുപ്പക്കാരൻ മുൻകൈയെടുക്കുകയാണ്. അവൻ പല ആവർത്തി അവളെ കടന്നു പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി മരിയ ഇങ്ങനെ കട്ടിലിലിരുന്ന് നെയ്ത്ത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അലക്സാണ്ടർ കടന്നു വന്നത് പല വികാരങ്ങളോടു കൂടിയാണ്. അവന് അവളോട് പകയായി. കാരണം അവൻ്റെ ആശ്രിതയായി കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. അവൻ്റെ ഉള്ളിലെ ധാർഷ്ട്യഭാവം അവനെ ഒരുപക്ഷെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ പിശാചിൻ്റെ ഒരായുധമാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. അവൻ അവളുടെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് ഒരു കഠാര കരുതിയിരുന്നു. അവൻ ആ മുറിയിലേക്ക് കടന്നു വന്ന് ഇതിനു മുൻപ് പല ആവർത്തി നിന്നെ ഞാൻ വകവരുത്തുമെന്നുള്ള ഭീഷണി ഇവൻ ആ പെൺകുട്ടിക്ക് നേരെ ഉയർത്തുന്നുണ്ട്. എങ്കിലും അപ്രതീക്ഷിതമെന്ന് തന്നെ പറയാം. ആ പെൺകുട്ടി ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല തൻ്റെ ജീവൻ അപഹരിക്കാൻ മാത്രമുള്ള ഒരു ക്രൂരത ആ സഹോദരന് തുല്യം കണ്ടിരുന്ന അലക്സാണ്ടറിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. അവൻ ആ കട്ടിലിലിരിക്കുന്ന പെൺകുട്ടിയുടെ അരികിലേക്ക് വന്ന് അവളെ പാപത്തിനായി പ്രേരിപ്പിക്കുന്നു. അവൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് ഇങ്ങനെ പ്രതികരിക്കുകയാണ്: നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പരിശുദ്ധ കുർബാന അവൾ കണക്ക് പ്രകാരം 4 തവണ സ്വീകരിച്ചിട്ടുണ്ട്. ഈശോയെ സ്വീകരിച്ച ഈശോയുടെ ആലയമായ ഞാൻ, നീ ഒരിക്കലും ഇങ്ങനെ ഒരു പാപത്തിൽ വീഴാൻ പാടില്ല. ഇതൊരു കൊച്ചുകുട്ടിയുടെ 12 വയസ്സുകാരി കൊച്ചുകുട്ടിയുടെ ഒരു അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന വെറും ഒരു തീരുമാനമോ നിലപാടോ ഒന്നുമല്ല. കാരണം പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വതയും ജീവിത വീക്ഷണവും ഒരു ആത്മീയ അറിവും ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം.
അങ്ങനെ ഇവള് ഒരു കാരണവശാലും ഈ അലക്സാണ്ടറിനെ അവളുടെ ശരീരത്തിൽ സ്പർശിക്കുവാനോ ഏതെങ്കിലും വിധേന പാപത്തിലേക്ക് നീങ്ങുവാനോ സഹായിക്കുന്നില്ല, സഹകരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പല ആവർത്തി 14 തവണ ആ പിഞ്ചു ദേഹത്തിലേക്ക് ആ ക്രൂര മനുഷ്യൻ്റെ കഠാര ആഴ്ന്നിറങ്ങുകയാണ്. അവൾ താഴെ നിലം പതിക്കുന്നു. പിന്നീട് ചരിത്രം ഇങ്ങനെയാണ് പറയുക, അലക്സാണ്ടറിൻ്റെ ക്രൂരതയുടെ ഒരു അടുത്ത പടി എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അവൻ തിരിച്ചു വന്ന് അവളെ കുത്തി. അപ്പോഴും അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്ന വാക്കുകളാണ് അവൾക്ക് പറയാനുണ്ടായിരുന്നത്. ഇത് ഈ മരിയയുടെ ഇളയ സഹോദരി അകലിൽ നിന്ന് ബഹളം വച്ചതിനെ തുടർന്ന് വയലിൽ കറ്റ മെതിച്ചുകൊണ്ടിരുന്ന ജിയോവാനിയും അസുന്തയും ഓടി വരികയാണ്. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, സ്വന്തം മക്കളാണ്. ഇങ്ങനെ ഒരു കൊടും ക്രൂരത വളരെ അപ്രതീക്ഷിതമാണ്. അതാ ഗ്രാമത്തെ തന്നെ, നെത്തൂണോ ഗ്രാമത്തെ തന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ആളുകൾ ഓടിക്കൂടി ഈ പെൺകുട്ടിയെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ പെൺകുട്ടിയെ ഇത്രമാത്രം ദ്രോഹിച്ച അലക്സാണ്ടറിനെ മറ്റ് തെളിവുകളുടെ ആവശ്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ പോലീസ് വിലങ്ങിടുകയും ചെയ്തു. പിന്നീട് ആശുപത്രിയിൽ നടന്ന രംഗങ്ങൾ വളരെ ഹൃദ്യമാണ്. ഈ പെൺകുട്ടി 5-ാമത്തെ തവണ ഈശോയെ സ്വീകരിക്കുകയാണ്. കുമ്പസാരക്കാരനായി ആ മകളുടെ അവസാനത്തെ കുമ്പസാരം കേൾക്കുവാനായി വൈദികൻ അരികിൽ നിൽക്കുമ്പോൾ അവൾ വീണ്ടും ഏറ്റുപറയുകയാണ്, അലക്സാണ്ടറിനോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു. അവൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ്. അങ്ങനെ അലക്സാണ്ടറിനോട് ക്ഷമിച്ചുകൊണ്ട് ഈ പെൺകുട്ടി മരിക്കുകയാണ്. ചുറ്റും നിന്ന ഡോക്ടേഴ്സ്, മറ്റ് പരിചരിച്ച വ്യക്തികൾ, അവിടെ നിന്നിരുന്ന ആൾക്കാർക്ക് തന്നെ ഇത് വളരെ ഹൃദ്യമായ അനുഭവമായി. ഈ പെൺകുട്ടി ഒരു വിശുദ്ധയാണ് എന്നുള്ളത് അപ്പോൾ തന്നെ പരസ്യമായി. അങ്ങനെ ആ രക്തം പുരണ്ട വസ്ത്രങ്ങളും കത്രികയും സർജറിക്ക് ഉപയോഗിച്ച കത്രികയും ഒക്കെ അപ്പോൾ തന്നെ ഒരു തിരിശേഷിപ്പ് പോലെ എടുത്തു വെച്ചു എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് അലക്സാണ്ടറിൻ്റെ കഥയാണ്. അലക്സാണ്ടർ 30 വർഷം ജയിൽ ശിക്ഷയ്ക്കായി വിധിക്കപ്പെടുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴും ഈ കല്ലുപോലെയുള്ള ഹൃദയത്തിലേക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അലക്സാണ്ടർ ഇങ്ങനെയാണ് എല്ലാവരുടെയും മുമ്പിൽ ന്യായവാദം നടത്തിയത്. അവൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ അവളെ വകവരുത്തിയത്. അങ്ങനെ ഒരു നിലപാടിൽ യാതൊരു തരത്തിലുള്ള മനഃശാഞ്ചല്യവും കൂടാതെ മുന്നോട്ട് നീങ്ങുന്ന അലക്സാണ്ടറിൻ്റെ ജീവിതത്തിൽ പകയുടെ തീക്കനലിൽ കത്തി എരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുന്ന ഈ ജയിലഴികൾക്കുള്ളിൽ കഴിയുന്ന അലക്സാണ്ടറിൻ്റെ അരികിലേക്ക്, പകയുടെ തീക്കനലിലേക്ക് ക്ഷമയുടെ അരുവിയായി ഈ വിശുദ്ധയുടെ സാന്നിധ്യം കടന്നു വരികയാണ്. കയ്യിൽ ലില്ലിപ്പൂക്കളുമായി മരിയ ഗൊരേത്തി, വിശുദ്ധ മരിയ അലക്സാണ്ടറിൻ്റെ അരികിലേക്ക് വരികയാണ്. അവന് ഈ വിശുദ്ധയുടെ ദർശനമുണ്ടാവുകയാണ്. ഞാൻ നിന്നോട് യേശുനാമത്തിൽ നിരുപാധികം ക്ഷമിക്കുന്നുവെന്ന് ഈ കുഞ്ഞുമകൾ അലക്സാണ്ടറിനോട് പറയുകയാണ്. അവൻ്റെ ശിലാഹൃദയം ദൈവം എടുത്തു മാറ്റി അവനൊരു മാംസളമായ ഹൃദയം നൽകുകയാണ്. അങ്ങനെ 30 വർഷം തികയ്ക്കുന്നതിന് മുൻപ് വീട്ടിലേക്ക് അലക്സാണ്ടർ വീണ്ടും വരികയാണ്. പഴയ അലക്സാണ്ടറായിട്ടല്ല, ക്ഷമയുടെ വലിയ സൗജന്യം സ്വീകരിച്ച സന്തോഷവുമായി വീട്ടിലേക്ക് ഈ മകൻ കടന്നു വന്ന് മരിയയുടെ അമ്മയുടെ അരികിൽ വന്ന് ക്ഷമ ചോദിക്കുകയാണ്. ഈ അസുന്ത അമ്മ നിരുപാധികം ഈ മകനോട് ക്ഷമിച്ച് സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ച
ചരിത്രം, ക്രിസ്തീയ ചരിത്രത്തിൽ ഈശോ പഠിപ്പിച്ച പാഠം, വെള്ളം ചേർക്കാതെ പരിശീലിച്ച ആ കഥ ലോക മനസാക്ഷിയെ മുഴുവനും വലിയ തോതിൽ സ്വാധീനിച്ച ഒരു ചരിത്ര സംഭവമായി മരിയ ഗൊരേത്തിയുടെ ഈ വിശുദ്ധയുടെ കഥയറിയാത്തവർ ആരാണുള്ളത്? കാരണം ഈ നെത്തൂണോ എന്ന് പറയുന്ന ചെറിയ നാട്ടിൽ ഒരു കുഞ്ഞി പെൺകുട്ടി, എന്നാൽ അവൾക്ക് മാലാഖയുടെ ചിറക് മുളിച്ചപ്പോൾ അവൾ റോമിലെ വലിയ ആ സമുച്ചയത്തിന് മുകളിൽ ഇങ്ങനെ ഉയർത്തി നിർത്തപ്പെട്ടു. പിന്നീട് അവളെ വിശുദ്ധയാക്കുവാനായി 12-ാം പിയൂസ് പാപ്പയാണ് അവളെ വിശുദ്ധയാക്കുവാനായി 1950-ാം ആണ്ടിൽ അവളെ വിശുദ്ധയാക്കുവാനായിട്ട് മുന്നോട്ട് വന്ന് പ്രഖ്യാപനം നടത്തുകയാണ്. അത് വീണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു ചടങ്ങായി മാറി. കാരണം ചെറുപ്രായത്തിൽ യാത്രയായ ഈ മകൾ, പ്രിയപ്പെട്ടവരാരും മരിച്ചിട്ടില്ല, അമ്മ ജീവനോടെയുണ്ട്. എന്നാൽ അവിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആ ആൾക്കൂട്ടത്തിനിടയിൽ ഉരുകിയ മനസ്സും ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിച്ച സന്തോഷവുമായി വലിയ പകയുടെ പ്രതീകമായിരുന്ന അലക്സാണ്ടർ സ്നേഹത്തിൻ്റെ പ്രതീകമായി, ലോകത്തിൻ്റെ ജഡമോഹങ്ങളുടെ പിടിയിലമർന്നിരുന്ന അലക്സാണ്ടർ വലിയ പുണ്യത്തിൻ്റെ പ്രതീകമായി. അദ്ദേഹം പിന്നീട് ആ സ്ഥലത്ത് നിന്ന് മുട്ടുകുത്തി പശ്ചാത്തപിച്ച് അദ്ദേഹം പിന്നീട് യാത്ര ചെയ്തത് ഒരു സന്യാസ ജീവിതത്തിലേക്കാണ്. അദ്ദേഹം വൈദികനായില്ല എങ്കിൽ തന്നെയും ഫ്രാൻസിസ്കൻ ലേ ബ്രദേഴ്സിൽ ആ വിഭാഗത്തിൽ അദ്ദേഹം തുടർന്ന് ഒരു ഏകസ്ഥ ജീവിതം മുന്നോട്ട് നയിക്കുകയും ജഡത്തിൻ്റെ ആസക്തികളിൽ നിന്ന് മോചിതനായി ഒരുപക്ഷെ ദൈവ തിരുമുമ്പിൽ നീതീകരിക്കപ്പെട്ടവനായി, ദൈവസ്നേഹത്തിനും കരുണയ്ക്കും അർഹനായി അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ കാലഘട്ടം ഒരുപക്ഷെ കുഞ്ഞുമക്കളെയെല്ലാം നമ്മുടെ വൈകുന്നേരങ്ങളിലെ കുരിശുവര കഴിയുമ്പോൾ അമ്മമാർ ചൊല്ലിക്കൊടുക്കണം, വിശുദ്ധ മരിയ ഗൊരേത്തി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ കാലഘട്ടം ഒരുപക്ഷെ വിശുദ്ധിയുടെ പ്രതീകങ്ങളെ തച്ചുടയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുണ്യവാളത്തിയുടെ രൂപവും സാന്നിധ്യവും മാധ്യസ്ഥവും നിരന്തരം നമ്മുടെ ഈ പുത്തൻ തലമുറയ്ക്ക് ഏറെ ആവശ്യമാണ്. വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും ദൈവ തിരുമുമ്പിൽ നിന്ന് സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.